സൗന്ദര്യസാഗര സത്യസ്വരൂപനെ സദ്ഗതിയേകുന്ന സദ്ഗുരുവേ. സൗന്ദര്യസാഗര സത്യസ്വരൂപനെ സദ്ഗതിയേകുന്ന സദ്ഗുരുവേ. സത്യമായുള്ള വഴികാട്ടിയാകുന്നു സദ്ഗുരുനാഥ എനിക്കു ഭവാൻ. സത്യമായുള്ള വഴികാട്ടിയാകുന്നു സദ്ഗുരുനാഥ എനിക്കു ഭവാൻ. സദ്ഗുരുനാഥ എനിക്കു ഭവാൻ. യോഗബലത്താൽ ലഭിച്ചിടുന്ന ശാന്തിബലം ഒന്നുകൊണ്ടു മാത്രം. യോഗബലത്താൽ ലഭിച്ചിടുന്ന ശാന്തിബലം ഒന്നുകൊണ്ടു മാത്രം. ലോകത്തെ വെല്ലുവാൻ നീ പഠിപ്പിക്കുന്നു ശക്തിസാഗരനായൊരു സദ്ഗുരുവേ. ലോകത്തെ വെല്ലുവാൻ നീ പഠിപ്പിക്കുന്നു ശക്തിസാഗരനായൊരു സദ്ഗുരുവേ. ശക്തിസാഗരനായൊരു സദ്ഗുരുവേ. ആത്മലോകത്തേക്ക് പോകുവാനും പരമാത്മാവാം അച്ഛനെ കാണുവാനും. ആത്മലോകത്തേക്ക് പോകുവാനും പരമാത്മാവാം അച്ഛനെ കാണുവാനും ആത്മീയമായ വഴികാട്ടിയായി മാറി സച്ചിദാനന്ദ സ്വരൂപ ഭവാൻ. ആത്മീയമായ വഴികാട്ടിയായി മാറി സച്ചിദാനന്ദ സ്വരൂപ ഭവാൻ. സച്ചിദാനന്ദ സ്വരൂപ ഭവാൻ. കൽപ്പാന്തകാലം അടുത്തിടുമ്പോൾ ആത്മാക്കളാകുന്ന മക്കളെ നീ. കൽപ്പാന്തകാലം അടുത്തിടുമ്പോൾ ആത്മാക്കളാകുന്ന മക്കളെ നീ ആത്മലോകത്തേക്ക് കൊണ്ടുപോയിടുന്നു സദ്ഗുരുവായെൻ്റെ ജ്യോതിരൂപ. ആത്മലോകത്തേക്ക് കൊണ്ടുപോയിടുന്നു സദ്ഗുരുവായെൻ്റെ ജ്യോതിരൂപ. സദ്ഗുരുവായെൻ്റെ ജ്യോതിരൂപ. സദ്ഗുണസമ്പന്നരാക്കിയ ഞങ്ങളെ സത്യയുഗത്തിൽ അയച്ചിടുന്നു. സദ്ഗുണസമ്പന്നരാക്കിയ ഞങ്ങളെ സത്യയുഗത്തിൽ അയച്ചിടുന്നു. സർവസുഖങ്ങളും സമ്പത്തും നൽകുന്നു രാജാധികാരവും നൽകിയിടുന്നു. സർവസുഖങ്ങളും സമ്പത്തും നൽകുന്നു രാജാധികാരവും നൽകിയിടുന്നു. രാജാധികാരവും നൽകിയിടുന്നു.
മുക്തിയും ജീവൻ മുക്തിയും നേടുവാൻ നല്ല വഴികൾ പറഞ്ഞു തന്ന മുക്തിയും ജീവൻ മുക്തിയും നേടുവാൻ നല്ല വഴികൾ പറഞ്ഞു തന്ന സത്യമായുള്ള വഴികാട്ടി നിന്നെ ഞാൻ എന്നു സ്മരിക്കുന്നു സദ്ഗുരുവേ. സത്യമായുള്ള വഴികാട്ടി നിന്നെ ഞാൻ എന്നു സ്മരിക്കുന്നു സദ്ഗുരുവേ, എന്നു സ്മരിക്കുന്നു സദ്ഗുരുവേ. ഓം ശാന്തി. സർവസംബന്ധങ്ങളും ഒരേയൊരു ഈശ്വരനിൽ അർപ്പിച്ച വീട്ടമ്മയ്ക്ക് ലഭിച്ച ഈശ്വരാനുഗ്രഹമാണ് ഈ ജ്ഞാനഗീതങ്ങൾ. അവനവൻ്റെ ആഴങ്ങളിലേക്കുള്ള യാത്രയാണ് രാജയോഗ ധ്യാനം. ഞാനെന്ന ബോധത്തിൻ്റെ ഉണർവാണ്, അല്ലെങ്കിൽ അറിവാണ് ജ്ഞാനം. സത്യാന്വേഷണത്തിൻ്റെ സാക്ഷാത്കാരം കിട്ടിയ ജ്ഞാനഗീതങ്ങൾ സ്വപരിവർത്തനത്തിലൂടെ വിശ്വപരിവർത്തനം എന്ന മഹത്തായ ലക്ഷ്യം സാധ്യമാക്കാൻ പ്രചോദനമേകട്ടെ. എൻ്റെ ശിവബാബയെ എല്ലാവരും സ്വന്തമാക്കട്ടെ. ഓം ശാന്തി. സൃഷ്ടിവൃക്ഷത്തിൻ്റെ ബീജരൂപ സദ്ഗതി നൽകുന്ന ജ്യോതിരൂപ. സൃഷ്ടിവൃക്ഷത്തിൻ്റെ ബീജരൂപ സദ്ഗതി നൽകുന്ന ജ്യോതിരൂപ. ഞാൻ നടക്കുന്ന വഴിയിലെൻ്റെ ഏട്ടനായി മുന്നിൽ നടന്നിടണം. അച്ഛനായി അമ്മയായി സ്നേഹമേകി, അച്ഛനായി അമ്മയായി സ്നേഹമേകി. സൃഷ്ടിവൃക്ഷത്തിൻ്റെ ബീജരൂപ സദ്ഗതി നൽകുന്ന ജ്യോതിരൂപ. ടീച്ചറായി ജ്ഞാനാമൃതം പകർന്നു സദ്ഗതി നൽകുന്ന സദ്ഗുരുവായി. ടീച്ചറായി ജ്ഞാനാമൃതം പകർന്നു സദ്ഗതി നൽകുന്ന സദ്ഗുരുവായി. സംരക്ഷകനാം പതിയായി നീ ബന്ധുവായി ഡോക്ടറായി സോദരനായി ഓമനിക്കാനെൻ്റെ പുത്രനായി. സൃഷ്ടിവൃക്ഷത്തിൻ്റെ ബീജരൂപ സദ്ഗതി നൽകുന്ന ജ്യോതിരൂപ. വിട്ടുപിരിയാത്ത മിത്രമായി കൂടെ നടക്കണം സർവേശ്വര. വിട്ടുപിരിയാത്ത മിത്രമായി കൂടെ നടക്കണം സർവേശ്വര. ആനന്ദസാഗരനായി വന്നെൻ ജീവിതത്തോണി നയിച്ചിടണം. നിൻ കൈകൾ
വൃക്ഷത്തിൻ്റെ ബീജരൂപ സദ്ഗതി നൽകുന്ന ജ്യോതിരൂപ വിട്ടുകളയാത്ത മിത്രമായി ജ്ഞാനാമൃതമേകി മാനവനെ വിട്ടുകളയാത്ത മിത്രമായി ജ്ഞാനാമൃതമേകി മാനവനെ മാധവനാക്കുന്ന സർവശക്ത എന്നെ ഞാൻ നിന്നിൽ സമർപ്പിക്കുന്നു പരമോന്നതനായ പരമാത്മാവേ സൃഷ്ടിവൃക്ഷത്തിൻ്റെ ബീജരൂപ സദ്ഗതി നൽകുന്ന ജ്യോതിരൂപ ഞാൻ നടക്കുന്ന വഴിയിലെൻ്റെ ഏട്ടനായി മുന്നിൽ നടന്നിടണം അച്ഛനായി അമ്മയായി സ്നേഹമേകി അച്ഛനായി അമ്മയായി സ്നേഹമേകി സൃഷ്ടിവൃക്ഷത്തിൻ്റെ ബീജരൂപ സദ്ഗതി നൽകുന്ന ജ്യോതിരൂപ ഭഗവാനേ ജ്യോതിസ്വരൂപ ജഗദീശ്വര മംഗളരൂപന ഭഗവാനേ ജ്യോതിസ്വരൂപ ജഗദീശ്വര സർവസംബന്ധവും നിന്നോടു വയ്ക്കുന്നു സൃഷ്ടിചക്രത്തിൻ രചയിതാവേ സൃഷ്ടിചക്രത്തിൻ്റെ പാതിഭാഗം രാവണ രാജ്യമായി മാറിയിടുമ്പോൾ ലേഖരാജിൻ്റെ പതിത ശരീരത്തിൽ വന്നു നിജ്ഞാനാമൃതം കൊടുത്തു വന്നു നിജ്ഞാനാമൃതം കൊടുത്തു മംഗളരൂപനാം ഭഗവാനേ ജ്യോതിസ്വരൂപ ജഗദീശ്വര സൃഷ്ടിയെ പാവനമാക്കുവാനും ലോകപരിവർത്തനത്തിനുമായി സൃഷ്ടിയെ പാവനമാക്കുവാനും ലോകപരിവർത്തനത്തിനുമായി ലേഖരാജിനെ കുട്ടിയാക്കി ബ്രഹ്മാവെന്നുള്ളൊരു നാമമേകി ബ്രഹ്മാവെന്നുള്ളൊരു നാമമേകി ചിന്നിച്ചിതറി ചളിയിൽ കിടന്നൊരു ആത്മാക്കൾ ഞങ്ങളാം കുട്ടികളെ ബ്രഹ്മാവിലൂടെ നീ തേടിപ്പിടിച്ചിട്ട് ജ്ഞാനാമൃതത്താൽ പവിത്രമാക്കി ജ്ഞാനാമൃതത്താൽ പവിത്രമാക്കി സർവേശ്വരൻ ഞങ്ങൾക്കച്ഛനായി ബ്രഹ്മാബാബ ഞങ്ങൾക്കമ്മയായി സർവേശ്വരൻ ഞങ്ങൾക്കച്ഛനായി
ബ്രഹ്മാബാബ ഞങ്ങൾക്കമ്മയായി. ബ്രഹ്മാമുഖവംശം കുട്ടികളായി ഞങ്ങൾ ബ്രാഹ്മണ കുട്ടികളായി മാറി. അച്ഛനിൽ നിന്നും പദവിയും സമ്പത്തും നേടുവാൻ അച്ഛൻ്റെ ഓർമ്മ നൽകി. ദേവതാ സംസ്കാരം ഞങ്ങൾക്കു നൽകുന്നു ദേവതമാരാക്കി മാറ്റിടുവാൻ, ദേവതമാരാക്കി മാറ്റിടുവാൻ. സൽഗുണമെല്ലാം നിറച്ചു തന്നിടുന്ന സത്യയുഗത്തിൻ രചയിതാവേ, സൽഗുണമെല്ലാം നിറച്ചു തന്നിടുന്ന സത്യയുഗത്തിൻ രചയിതാവേ, ആത്മലോകത്തേക്കു ഞങ്ങളെ കൊണ്ടുപോയി സ്വർഗലോകത്തേക്കയക്കുന്നു നീ. ആത്മലോകത്തേക്കു ഞങ്ങളെ കൊണ്ടുപോയി സ്വർഗലോകത്തേക്കയക്കുന്നു നീ. ബ്രഹ്മാവിനെയും ജഗദംബയെയും നീ കൃഷ്ണനും രാധയും ആക്കിയിടുന്നു. ബ്രഹ്മാവിനെയും ജഗദംബയെയും നീ കൃഷ്ണനും രാധയും ആക്കിയിടുന്നു. ലക്ഷ്മി നാരായണരായവർ മാറുന്നു, സ്വർഗലോകത്തെ ഭരിച്ചിടുന്നു, സ്വർഗലോകത്തെ ഭരിച്ചിടുന്നു. അജ്ഞാനമാകുന്ന കൂരിരുട്ടിൽ ഭൂമിയുറങ്ങി കിടന്നിടുമ്പോൾ, അജ്ഞാനമാകുന്ന കൂരിരുട്ടിൽ ഭൂമിയുറങ്ങി കിടന്നിടുമ്പോൾ, ജ്ഞാനസൂര്യനായി ബാബ അവതരിച്ചു ഗീതാജ്ഞാനത്താൽ ഉണർത്തിടുന്നു. ആ ദിനത്തെ ശിവരാത്രിയായി ഞങ്ങൾ കൊണ്ടാടുന്നു ദേവദേവാ, ഞങ്ങൾ കൊണ്ടാടുന്നു സർവേശ്വര, ഞങ്ങൾ കൊണ്ടാടുന്നു ദേവദേവാ. ഓ പ്രിയനേ എൻ പരമേശ്വരനേ, പരമധാമിൻ്റെ ചൈതന്യമേ, ആത്മലോകം ഇത് പരമാത്മലോകം, ആത്മസ്മൃതിയുടെ ആദിലോകം, ആറാം തത്വം നിറയും ലോകം, എൻ പ്രിയ ശിവനേ നിൻ പരം ധാമം. ഗോമുഖത്തൂടെ നീ ജ്ഞാനം പകർന്നു, നിൻ കണ്ണിലൂടെ നീ നാഗം പണിതു,
മുഖത്തൂടെ നീ ജ്ഞാനം പകർന്നു, നിൻ കണ്ണിലൂടെ നീ നാഗം പണിതു, നരനെ നാരായണനാക്കുവതും നീ, നാരിയെ ലക്ഷ്മി ആക്കുവതും നീ. ഓ പ്രിയനേ എൻ പരമേശ്വരനേ, പരമധാമിൻ്റെ ചൈതന്യമേ, ആത്മലോകം ഇത് പരമാത്മലോകം, ആത്മസ്മൃതിയുടെ ആദിലോകം. പവിത്രം സുവർണം സുശോഭിതം, ശാന്തം പ്രശാന്തം സുന്ദരം നിൻ ധാമം. പവിത്രം സുവർണം സുശോഭിതം, ശാന്തം പ്രശാന്തം സുന്ദരം നിൻ ധാമം. എൻ പ്രാണനാഥനിലണയുവാൻ വെമ്പും എനിക്കിന്നേറെ പ്രിയങ്കരം എൻ ഗേഹം. ഓ പ്രിയനേ എൻ പരമേശ്വരനേ, പരമധാമിൻ്റെ ചൈതന്യമേ, ആത്മലോകം ഇത് പരമാത്മലോകം, ആത്മസ്മൃതിയുടെ ആദിലോകം. ആറാം തത്വം നിറയും ലോകം, എൻ പ്രിയ ശിവനേ നിൻ പരംധാമം. സാഗരം തേടി തേടി ഞാനെത്തി, സാഗരം തേടി തേടി ഞാനെത്തി, മാമലമുകളിൽ മധുബനിൽ, മാമലമുകളിൽ മധുബനിൽ. മൂടൽ മഞ്ഞു പുതച്ചു ഞാൻ നിൽക്കേ, മൂടൽ മഞ്ഞു പുതച്ചു ഞാൻ നിൽക്കേ, സാന്ത്വനമായി നീ അരികിലെത്തി, സാന്ത്വനമായി നീ അരികിലെത്തി, സാന്ത്വനമായി നീ അരികിലെത്തി. കൂപ്പി ഞാൻ നിന്നെ പുണരവേ, പ്രണവമായി പ്രണയ
പ്രണയമായി ഞാൻ വിടർന്നു. കണ്ണായ കണ്ണനെ എൻ തൃക്കണ്ണനെ തൊട്ടറിഞ്ഞു എൻ്റെ ദാഹവും മോഹവും വിട്ടകന്നു. സാഗരം തേടി തേടി ഞാനെത്തി, സാഗരം തേടി തേടി ഞാനെത്തി. മാമലമുകളിൽ മധുബനിൽ, മാമലമുകളിൽ മധുബനിൽ. വിരലുകൾ കൊണ്ടു നീ മുടിയിഴ തഴുകി, നിന്മടിത്തട്ടിൽ അമൃതം നുകർന്നു. ആദിമധ്യാന്ത പൊരുളറിഞ്ഞു കണ്ണ, മോഹനരൂപം അടുത്തറിഞ്ഞു അടുത്തറിഞ്ഞു. സാഗരം തേടി തേടി ഞാനെത്തി, സാഗരം തേടി തേടി ഞാനെത്തി. മാമലമുകളിൽ മധുബനിൽ, മാമലമുകളിൽ മധുബനിൽ. മൂടൽ മഞ്ഞു പുതച്ചു ഞാൻ നിൽക്കേ, മൂടൽ മഞ്ഞു പുതച്ചു ഞാൻ നിൽക്കേ. സാന്ത്വനമായി നീ അരികിലെത്തി, സാന്ത്വനമായി നീ അരികിലെത്തി, സാന്ത്വനമായി നീ അരികിലെത്തി. സൗന്ദര്യസാഗര സത്യസ്വരൂപനെ, സദ്ഗതിയേകുന്ന സദ്ഗുരുവേ. സൗന്ദര്യസാഗര സത്യസ്വരൂപനെ, സദ്ഗതിയേകുന്ന സദ്ഗുരുവേ. സത്യമായുള്ള വഴികാട്ടിയാകുന്നു സദ്ഗുരുനാഥ എനിക്കു ഭവാൻ. സത്യമായുള്ള വഴികാട്ടിയാകുന്നു സദ്ഗുരുനാഥ എനിക്കു ഭവാൻ. സദ്ഗുരുനാഥ എനിക്കു ഭവാൻ. യോഗബലത്താൽ ലഭിച്ചിടുന്ന ശാന്തിബലം ഒന്നുകൊണ്ടു മാത്രം. യോഗബലത്താൽ ലഭിച്ചിടുന്ന ശാന്തിബലം ഒന്നുകൊണ്ടു മാത്രം ലോകത്തെ
മനസ്സിലരികിൽ സ്നേഹമൊഴുകുകയായി സംഗമയുഗത്തിൻ സാരഥി വരവായി ശ്രീമതമൊഴുകുകയായി. ശാന്തി ഓം 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 ശാന്തി. ഓം ശാന്തി. പൂർണ്ണമായും എൻ്റെ മനസ്സിലെ ചിന്തകളെ ഞാൻ ശാന്തവും ഏകാഗ്രവുമാക്കുന്നു. ഞാനിപ്പോൾ എൻ്റെ ഭൃകുടിയാകുന്ന മസ്തക സിംഹാസനത്തിൽ ഒരു പ്രകാശത്തിൻ്റെ ബിന്ദുവായി സ്ഥിതി ചെയ്യുന്നു. ഇന്ന് മാസ്റ്റർ സർവശക്തിവാനാണ് ഞാൻ. ഈ സ്വമാനത്തിലേക്ക് മാത്രം പൂർണ്ണമായും എൻ്റെ മനസ്സ് മുഴുകിച്ചേരുന്നു. ഞാൻ പഞ്ചതത്വങ്ങളാൽ നിർമ്മിതമായ ഈ ശരീരത്തിൽ നിന്നും ഈ ശരീരത്തിലെ ഓരോ ഇന്ദ്രിയങ്ങൾക്കും ഞാൻ ഉപരിയാകുന്നു. ഇന്ദ്രിയങ്ങളുടെ അധികാരിയാണ് ഞാൻ. എൻ്റെ സൂക്ഷ്മ ഇന്ദ്രിയങ്ങളായ മനസ്സ്, ബുദ്ധി, സംസ്കാരം ഇവയുടെ മൂന്നിൻ്റെയും യജമാനനാണ് മസ്തക സിംഹാസനത്തിലിരിക്കുന്ന ഞാൻ, ആത്മാവ്. ബാഹ്യമായ
സ്ഥൂല രൂപത്തിലുള്ള സർവ ആകർഷണങ്ങളിൽ നിന്നും ഞാൻ മുക്തമായിരിക്കുന്നു. ഞാനിതാ ഈ ദേഹത്തിൽ നിന്നും വേറെയായി എൻ്റെ വിദേഹി അവസ്ഥയിലാണ്. ഞാൻ സമ്പൂർണമായും എൻ്റെ അശരീരി സ്ഥിതി അനുഭവം ചെയ്യുന്നു. ഒരു സെക്കൻഡിൽ എൻ്റെ സാകാരവും സ്ഥൂലവുമായ ഈ ശരീരത്തിൽ നിന്നും ഈ ലോകത്തിൽ നിന്നും വേർപെട്ട് എൻ്റെ പ്രകാശത്തിൻ്റെ ശരീരത്തെ ഞാൻ ധാരണ ചെയ്യുന്നു. ഞാനിപ്പോൾ പ്രകാശം നിറഞ്ഞ ഒരായിരം പൂർണ്ണചന്ദ്രന്റെ ശോഭയുള്ള സൂക്ഷ്മവദനത്തിൽ അവ്യക്തവദനവാസിയായ ബ്രഹ്മബാബയുടെ സന്മുഖത്ത് ആത്മാവായ ഞാനും പ്രകാശം എൻ്റെ ശരീരവും തിളക്കമുള്ള പ്രകാശത്തിൻ്റെ ശരീരം ഞാൻ ഭാരരഹിതമായ ഡബിൾ ലൈറ്റ് ഫരിസ്തയാണ്. എൻ്റെ മാലാഖാ സ്വരൂപത്തിൽ ഭാരരഹിതമായ അവസ്ഥ അനുഭവം ചെയ്യുന്നു. ബ്രഹ്മബാബയുടെ മസ്തകത്തിൽ നിന്നും ബ്രഹ്മബാബയുടെ നയനങ്ങളിൽ നിന്നും സർവശക്തികളുടെയും പ്രകാശത്തിൻ്റെ പ്രകമ്പനം കറണ്ട് പോലെ എന്നിലേക്ക് പ്രവഹിക്കുകയാണ്. എൻ്റെ മാലാഖ സ്വരൂപത്തിൽ സർവശക്തികളുടെയും
സമ്പന്നമായ സ്ഥിതി ഞാൻ അനുഭൂതി ചെയ്യുന്നു. ഞാൻ വീണ്ടും എൻ്റെ പ്രകാശ ശരീരത്തിൽ നിന്നും വേർപെട്ട് ആത്മസ്വരൂപത്തിൽ ദിവ്യമായ നക്ഷത്രമായി പ്രകാശത്തിൻ്റെ ബിന്ദുവായി ഒരു സെക്കൻഡിൽ നിരാകാരി ലോകത്തിലേക്ക് സർവശക്തിവാനായ ബാബയുടെ മടിത്തട്ടിലേക്ക് ഈശ്വരന്റെ സന്നിധി ബാബയുടെ മടിത്തട്ട് ആത്മാവായ എനിക്ക് സമ്പൂർണമായും വിശ്രമം പ്രദാനം ചെയ്യുന്നു. എൻ്റെ മനസ്സും എൻ്റെ ബുദ്ധിയും വിശ്രമസുഖം അനുഭവിക്കുകയാണ്. ആത്മാവായ ഞാൻ എൻ്റെ ബിന്ദുസ്വരൂപത്തിൽ സർവശക്തിവാനായ ബാബ എനിക്ക് മുകളിലായി സർവശക്തികളും പ്രദാനം ചെയ്തുകൊണ്ട് ഒരു കുട പോലെ ഞാൻ ഈശ്വരന്റെ തണലിലാണ്. ഞാൻ പൂർണ്ണമായും പരമാത്മാവിൽ ശരണം പ്രാപിക്കുന്നു. പരമാത്മാവിന്റെ സാന്നിധ്യം എന്നെ നിശ്ചിന്തമാക്കുകയും എന്നെ ശാക്തീകരിക്കുകയും ചെയ്യുന്നു. ബാബയിൽ നിന്നും പ്രസരിക്കുന്ന സർവശക്തികളുടെ കിരണങ്ങൾ ആത്മാവായ എന്നിൽ പവിത്രതയുടെ ശക്തി നിറയ്ക്കുകയാണ്. ബാബ
ബാബയുടെ അതിസമീപത്തായി എന്നെ ഇരുത്തിയിരിക്കുന്നു. ബാബയിൽ നിന്നും പ്രസരിക്കുന്ന സ്നേഹത്തിന്റെ തരംഗങ്ങളും ശക്തികളുടെ തരംഗങ്ങളും എന്നെ സദോ പ്രധാനവും സർവശക്തി സമ്പന്നവുമാക്കുന്നു. എന്റെ ജന്മജന്മാന്തരങ്ങളിലെ സർവ പാപങ്ങളും ബാബയുടെ ശക്തികളുടെ കിരണങ്ങളാൽ ഭസ്മമാകുന്നു. ഈശ്വരന്റെ ശക്തി, ഈശ്വരന്റെ ചൈതന്യം മുഴുവനായും ആത്മാവായിരിക്കുന്ന എന്നിലേക്ക് ധാരധാരയായി ഒഴുകുകയാണ്. ഞാൻ അറിയുന്നു എൻ്റെ ഉള്ളിൽ ആത്മബലം, ആത്മവിശ്വാസം, ആത്മധൈര്യം വർദ്ധിക്കുകയാണ്. ഈശ്വരന്റെ ശക്തികൾ എനിക്ക് തണലും എനിക്ക് അഭയവുമായി മാറുന്നു. ഞാനിതാ സർവശക്തി സമ്പന്നമായി മാസ്റ്റർ സർവശക്തിവാനായി ഈശ്വരന്റെ ഈശ്വരീയ ശക്തികളെ മുഴുവനായും ആത്മാവിൽ നിറച്ച് നിരാകാരി ലോകത്ത് നിന്നും സാകാര ലോകത്തിലേക്ക് ഞാൻ വിശേഷപ്പെട്ട ആത്മാവാണ്. സർവശക്തി സമ്പന്ന ആത്മാവാണ്. ഞാൻ മാസ്റ്റർ സർവശക്തിവാനാണ്. ഞാനിപ്പോൾ വിശ്വമാകുന്ന നാടകവേദിയിൽ എന്റെ കർമ്മക്ഷേത്രമാകുന്ന പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ ശരീരത്തിൽ മസ്തക സിംഹാസനത്തിലായി
മാസ്റ്റർ സർവശക്തിവാനായി സ്ഥിതി ചെയ്യുന്നു. ഞാൻ ശക്തിശാലി ആത്മാവാണ്. എന്റെ ശിരസിന് മുകളിലായി അരൂപനും അദൃശ്യനുമായ ബാബ ഗുപ്തരൂപത്തിൽ ബാബയിൽ നിന്നും സർവശക്തികളുടെയും കിരണങ്ങൾ മഴ പോലെ എന്നിലേക്ക് വർഷിക്കുന്നു. എനിക്ക് ചുറ്റുമായി ബാബയുടെ സർവശക്തികളുടെയും പ്രഭാവലയം. ഞാൻ സുരക്ഷിതനാണ്. ഈശ്വരൻ തന്നെ എൻ്റെ രക്ഷാകവചമായിരിക്കുന്നു. ബാബയിൽ നിന്നും പ്രാപ്തമാക്കുന്ന സർവശക്തികളെയും എൻ്റെ ഓരോ കർമ്മങ്ങളിലൂടെയും കർമ്മേന്ദ്രിയങ്ങളിലൂടെയും ഞാൻ ഉപയോഗിക്കും. ഞാൻ എൻ്റെ കർമ്മേന്ദ്രിയങ്ങൾക്ക് അടിമയല്ല, അധികാരിയാണ്. എൻ്റെ മനസ്സിൻ്റെ കടിഞ്ഞാൺ ആത്മാവായ എൻ്റെ കൈകളിൽ സുരക്ഷിതമാണ്. എൻ്റെ കർമ്മേന്ദ്രിയങ്ങളിലൂടെ കർമ്മം ചെയ്യുമ്പോഴും ഈ ദേഹത്തിൽ നിന്നും വേർപെട്ട് വിസ്താരത്തിൽ നിന്നും ചുരുങ്ങി ഞാൻ എൻ്റെ ആത്മസ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. സമ്പൂർണ്ണ ആത്മബോധം ആത്മസ്വരൂപത്തിന്റെ സ്ഥിതി എൻ്റെ മനസ്സിനെ ശക്തിശാലിയാക്കുന്നത് ഞാൻ അനുഭവം ചെയ്യുന്നു. ഞാൻ എനിക്ക് ചുറ്റുമുള്ള ആത്മാക്കളുടെ പ്രകൃതിയുടെ എല്ലാ പ്രകാരത്തിലുള്ള സ്വഭാവ സംസ്കാരങ്ങളെ
സഹിക്കുന്നു. ആത്മാവായ എൻ്റെ ശ്രേഷ്ഠമായ അലങ്കാരം തന്നെ സഹനശക്തിയാണ്. സർവ ആത്മാക്കളുടെയും ഗുണങ്ങളും വിശേഷതകളും മാത്രം കാണുന്ന സഹനശീലതയുടെ മൂർത്തിയാണ് ഞാൻ. ഞാൻ എനിക്ക് ചുറ്റും നടക്കുന്ന സംഭവങ്ങളെ ഉൾക്കൊള്ളുന്നു. ഈ നാടകത്തിലെ ഓരോ സീനുകളെയും സാക്ഷിയായി ഞാൻ കാണുന്നു. ബാബ സ്വയം ഭഗവാൻ ഈ മഹാപ്രപഞ്ചത്തിൻ്റെ നാഥൻ എൻ്റെ സാക്ഷിയാണ്. ഈശ്വരനാകുന്ന മഹാശക്തിയെ കൂടെ വെച്ച് എനിക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ എളുപ്പത്തിൽ ഉൾക്കൊള്ളാൻ എനിക്ക് സാധിക്കുന്നു. ബാബയുടെ കൂട്ട്, ഈശ്വരന്റെ ശക്തി എൻ്റെ മനസ്സിനെ വിശാലമാക്കിയിരിക്കുന്നു. ഞാനിതാ എൻ്റെ സർവ പരിമിതികളെയും മാറ്റി എൻ്റെ മനസ്സ് വിശാലമാണ്. എന്തിനേയും ഉൾക്കൊള്ളുവാനുള്ള ശക്തി ഇന്ന് ഞാൻ പ്രാപ്തമാക്കിയിരിക്കുന്നു. ആത്മാവായി ഞാൻ നേരിടാനുള്ള ശക്തി കൊണ്ട് സമ്പന്നമാണ്. മായയുടെ ഏത് കൊടുങ്കാറ്റിന്റെ മുന്നിലും ആടാതെ ഉലയാതെ അണയാതെ ജ്വലിച്ചു നിൽക്കുന്ന ദീപമാണ് ഞാൻ. പർവ്വത സമാനമായ പരിതസ്ഥിതികളിലും അചഞ്ചലമായ ദൃഢതയുള്ള ബലമുള്ള മനസ്സോടുകൂടെ പരിതസ്ഥിതികളെ ഞാൻ അതിജീവിക്കും. എൻ്റെ മനസ്സ് ഹനുമാനെ പോലെ
മഹാവീരനെ പോലെ, അംഗദനെ പോലെ ഉറച്ചതാണ്. ഒരേയൊരു ബാബയിൽ അടിയുറച്ച വിശ്വാസം, നിശ്ചയം എൻ്റെ മനസ്സിനെ ബലപ്പെടുത്തിയിരിക്കുന്നു. ഇളക്കങ്ങളില്ലാത്ത, ചഞ്ചലതകളില്ലാത്ത ഉറപ്പുള്ള മനസ്സ് ബാബയുടെ ശക്തികളാൽ ഞാൻ പ്രാപ്തമാക്കി. എനിക്ക് എൻ്റെ ചുറ്റുമുള്ള സർവ ആത്മാക്കളോടും സ്നേഹവും ആദരവും സഹയോഗവുമാണ്. ഞാനിതാ സർവ ആത്മാക്കളിൽ നിന്നും ആശീർവാദത്തിന്റെ ശക്തി പ്രാപ്തമാക്കാൻ സർവർക്കും സ്നേഹവും സഹയോഗവും നൽകുന്നു. എനിക്ക് ചുറ്റുമുള്ള സർവരെയും പ്രതി മംഗളഭാവന, ശുഭഭാവന, ശുഭമായ കാമന അനേക ജന്മങ്ങളിലേക്ക് ആശീർവാദത്തിന്റെ ശക്തി ഞാൻ ആത്മാവിൽ സമ്പാദിക്കുന്നു. സർവരുടെയും ആശീർവാദത്താൽ ഞാൻ സമ്പന്നമാവുകയാണ്. ബാബയുടെ ശക്തി നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള നിർണയശക്തിയാൽ ഞാൻ സമ്പന്നമാണ്. എൻ്റെ ബുദ്ധി ജ്ഞാനത്താൽ സമ്പുഷ്ടവും വിവേകത്താൽ പവിഴ ബുദ്ധിയുമാണ്. എൻ്റെ ഓരോ കർമ്മേന്ദ്രിയങ്ങളിലൂടെയും നല്ലത് മാത്രം ചെയ്യുന്ന ഞാൻ ഓരോ കർമ്മങ്ങളിലും ഞാൻ സഫലത സമ്പന്നമാകുന്നു. എൻ്റെ കർമ്മത്തിലും
എൻ്റെ ജീവിതത്തിലും ഞാൻ വിജയി രത്നമാണ്. ബാബേദ സദാ വിജയത്തിൻ്റെ തിലകവും വിജയത്തിൻ്റെ ഹാരവും എൻ്റെ കഴുത്തിൽ അണിയിക്കുന്നു. ബാബയുടെ കൂട്ടും ബാബയുടെ ശക്തികളും എന്നെ വിജയി ആത്മാവാക്കുന്നു. ഞാൻ എടുക്കുന്ന ഏത് ശരിയായ തീരുമാനങ്ങളിലും ഞാൻ ഉറച്ചതാണ്. എൻ്റെ തീരുമാനങ്ങൾക്ക് ബാബയിൽ നിന്നും പ്രാപ്തമാക്കുന്ന പവിത്രതയുടെ ശുദ്ധിയുടെ ബലമുണ്ട്. എൻ്റെ തീരുമാനങ്ങളെ പ്രാവർത്തികമാക്കാനുള്ള 1000 കൈകളുടെ സഹായം, സഹയോഗം ഞാൻ ബാബയിൽ നിന്നും നേടുന്നു. ധൈര്യത്തിൻ്റെ ഒരു ചുവട് ഞാൻ മുന്നോട്ട് വയ്ക്കുമ്പോൾ 1000 ചുവടുകളോടെ ബാബ എന്നെ സഹായിക്കുന്നു. ഈശ്വരന്റെ സഹായം, ഈശ്വരന്റെ രക്ഷ ബാബയുടെ തണൽ സാകാര ലോകത്തിലെ എൻ്റെ കർമ്മക്ഷേത്രത്തിൽ ഞാൻ അനുഭൂതി ചെയ്യുന്നു. എൻ്റെ ഓരോ സങ്കല്പത്തിലും ശ്വാസത്തിലും ഓരോ സെക്കൻഡുകളിലും ഓരോ ചുവടിലും ബാബ എന്നോടൊപ്പമുണ്ട്. എൻ്റെ മനസ്സ് നിറഞ്ഞു നിൽക്കുന്ന ചിത്രം ബാബ മാത്രം. ഞാനിതാ ബാബയിൽ നിന്നും പ്രാപ്തമാക്കിയിരിക്കുന്ന സർവശക്തികളെയും സമയത്തിനനുസരിച്ച് ഉപയോഗിക്കുന്ന മാസ്റ്റർ സർവശക്തിവാനാണ്. ഈശ്വരന്റെ ശക്തികളെ അതിശ്രേഷ്ഠമായ ശക്തിയായ പവിത്രതയുടെ ഫലം
പരമപവിത്രമായ ബാബയിൽ നിന്ന് എന്നിലേക്ക് ഒഴുകുകയാണ്. പവിത്രമായ ഗംഗ മസ്തക സിംഹാസനത്തിൽ സ്ഥിതി ചെയ്യുന്ന ഞാൻ ആത്മാവ് സമ്പൂർണമായും പവിത്രമായി മാറിയിരിക്കുന്നു. എന്നിൽ സ്വച്ഛതയുണ്ട്. എന്നിൽ ശുദ്ധിയുണ്ട്. എന്നിൽ സത്യതയുണ്ട്. എന്നിൽ നിന്നും പവിത്രതയുടെ ശ്വേതകിരണങ്ങൾ മസ്തകത്തിൽ നിന്നും എൻ്റെ നയനങ്ങളിൽ നിന്നും മുഴുവൻ അന്തരീക്ഷത്തിലേക്കും സർവാത്മാക്കളിലേക്കും പ്രവഹിക്കുന്നു. ഞാൻ ഈ മഹാപ്രപഞ്ചത്തിൽ ജീവിച്ചിരിക്കുന്ന ചൈതന്യസ്വരൂപമായ പാവനഗംഗയാണ്. എന്നിൽ നിന്നും എൻ്റെ മുഴുവൻ ശരീരത്തിലേക്കും എനിക്ക് ചുറ്റുമുള്ള അന്തരീക്ഷത്തിലേക്കും സർവാത്മാക്കളിലേക്കും പവിത്രതയുടെ കിരണങ്ങൾ ഈശ്വരന്റെ സുരക്ഷാ വലയത്തിൽ എൻ്റെ മനസ്സും എൻ്റെ ശരീരത്തിലെ ഓരോ ഇന്ദ്രിയങ്ങളും എൻ്റെ നിയന്ത്രണത്തിൽ മുഴുവനായും എൻ്റെ ജീവിതം ഈശ്വരന്റെ കൈകൾക്കുള്ളിൽ സുരക്ഷിതമാണെന്ന് ഞാൻ അനുഭവം ചെയ്യുന്നു. മാസ്റ്റർ, സർവശക്തിവാനായ ഞാൻ എൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തെ ഒരു ബലം, ഒരു വിശ്വാസത്തിൻ്റെ ആധാരത്തിലാണ്. ഓം ശാന്തി. എൻ്റെ ബലം ബാബ. ഓം ശാന്തി.
എൻ്റെ ബലം ഒരു ബാബ. ഓം ശാന്തി. എൻ്റെ ബലം ഒരേയൊരു ബാബ മാത്രം. स्वस्तिर्भवतु सर्वेषां शान्तिर्भवतु सर्वेषां पूर्णं भवतु सर्वेषां मङ्गलं भवतु सर्वेषां स्वस्तिर्भवतु सर्वेषां शान्तिर्भवतु सर्वेषां पूर्णं भवतु सर्वेषां मङ्गलं भवतु सर्वेषां स्वस्तिर्भवतु सर्वेषां शान्तिर्भवतु सर्वेषां पूर्णं भवतु सर्वेषां मङ्गलं भवतु।
सर्वे भद्राणि पश्यन्तु मा कश्चित् दुःखभाग् भवेत् सर्वे भवन्तु सुखिनः सर्वे सन्तु निरामयाः सर्वे भद्राणि पश्यन्तु मा कश्चित् दुःखभाग् भवेत् ॐ शान्तिः शान्तिः शान्तिः। अरे शिव की याद रहेगी तब आँखों में समा